നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 81. പ്രകൃതി പിരിഞ്ഞൊരു കൂറു ഭോക്തൃരൂപം സകലവുമായി വെളിയേ സമുല്ലസിക്കും. ഇഹ പരമാമൊരു കൂറിതന്തയാലേ വികസിതമാം ഇതു ഭോഗ്യവിശ്വമാകും. ജീവിതം സത്യമായി തോന്നുന്നത് അത് അനുഭവപ്രധാനമാകുമ്പോഴാണ്. ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ ഞാൻ അനേകരിൽ ഒരുവൻ എന്ന് ചിന്തിക്കാനിടയുണ്ട്. എന്നാൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ജീവിത സത്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ഞാൻ എന്ന ഉണ്മ സർവപ്രധാനമായി തീരുന്നു. അനുഭവിക്കുന്നവനായ ഞാൻ, അനുഭവിക്കപ്പെടുന്നതായ ലോകം എന്നിങ്ങനെ നാമും നമ്മുടെ ലോകവും രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നു. ജീവിതത്തിനെ നേരിടുന്നവൻ അല്ലെങ്കിൽ നേരിടുന്നവൾ എന്ന ബോധ്യം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ എന്നത് കേവലം ഈ ശരീരത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ചേതനയല്ല. ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ ഭൂമിക്കടിയിൽ ആഴത്തിലേക്ക് ഓടിയിരിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള അഭിനിവേശത്തിൻ്റെ അജ്ഞാതമായ പ്രേരണകൾ ഓരോരുത്തരുടെയും അവബോധത്തിൻ്റെ ആഴത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നാളെയെ സംബന്ധിക്കുന്ന പ്രതീക്ഷകളും സങ്കല്പങ്ങളും പക്ഷികളെപ്പോലെ ചിറകുവിടർത്തി ആകാശത്തിലേക്ക് പറന്നുയരുന്നു. ഒരു വശത്ത് ഞാൻ, മറുവശത്ത് എനിക്ക് നേരിടേണ്ടി വരുന്ന ലോകം. ആ ലോകത്തെ ഞാൻ കാണുന്നത് നിങ്ങളിലാവാം, വേറൊരുവനിലോ ഒരുവളിലോ ആകാം, സംഭവങ്ങളിലാവാം, സ്ഥാപനങ്ങളിലാവാം, ആവശ്യങ്ങളിലാവാം. ആരു തന്നെ ആയാലും എന്തു തന്നെ ആയാലും അതാണ് എൻ്റെ പ്രാതിയൗകികമായ മറുവശം. അതിനെ സംക്ഷേപമായി ഇത് എന്ന് പറയാം. എൻ്റെ വശത്ത് അഹന്ത, മറുവശത്ത് ഇതന്ത. ഞാനാണ് അനുഭവിക്കുന്നവൻ. അതുകൊണ്ട് അഹന്തയുടെ ഒരു ഭാവം തന്നെയാണ് ഭോക്താവെന്നുള്ളത്. ഇതന്തയാണ് അനുഭവത്തിന് വിഷയമായിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ ഭോഗ്യം എന്ന് പറയാം. എപ്പോഴും ഈ ഭോഗ്യവിശ്വം എന്നോട് വേഴ്ചയിലേർപ്പെടുന്നു. ചിലപ്പോൾ അനുനയ രൂപത്തിൽ, മറ്റു ചിലപ്പോൾ പ്രതിഷേധ രൂപത്തിൽ. ഈ നിമിഷം യാചന, അടുത്ത നിമിഷം ആജ്ഞ. കുറേ സമയം മൗനമായിട്ട്, പിന്നെ അടക്കം പറയുന്ന സ്വരത്തിൽ. അത് കഴിഞ്ഞ് ആക്രോശിക്കുന്നത് പോലെ. പ്രതിപക്ഷത്തു നിന്നും തീരാത്ത ചോദ്യങ്ങളാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇനിയും സ്നേഹിക്കുമോ? സ്വീകരിക്കുമോ? വിശ്വസിക്കുമോ? എൻ്റെ മൂല്യം അറിയുന്നുണ്ടോ? ജീവിതയാത്രയിൽ എന്നെയും കൂട്ടുമോ? അവസാനം വരെ കൂടെ കൊണ്ടുപോകുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അറുതിയില്ല. ഞാൻ പൂർണ്ണമായിട്ടും ഞാനായിരിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ സത്യസന്ധമായി നേരിടേണ്ടി വരുമ്പോഴാണ്. ജീവിതം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതിപക്ഷം വേണം, ഒരു പ്രാതിയൗകികത ഉണ്ടായിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിപക്ഷം യാഥാർത്ഥ്യമുള്ളതായിരിക്കുന്നത്
നിങ്ങളോടുള്ള കടപ്പാടായിട്ടാവാം, വേറൊരാളോടുള്ള ഏറ്റുമുട്ടലായിട്ടാവാം, ഒരു വസ്തുവിനോടുള്ള താല്പര്യമായിട്ടാവാം, ഒരു ആദർശത്തിന്റെ സാക്ഷാത്കാരത്തിലാവാം. ദൈനംദിന ജീവിതത്തിലെ ഈ ഏറ്റുമുട്ടലുകൾ, പ്രതികരണങ്ങൾ, അനുരണനങ്ങൾ, വേഴ്ചകൾ, പോരുകൾ, ആരാധനകൾ, ഇതെല്ലാമാണ് എൻ്റെ വ്യക്തിഗതമായ ഉണ്മയെ നിലനിർത്തുന്നത്. ഞാൻ ഭോക്താവായിരിക്കുമ്പോഴേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ഭോഗ്യമായിരിക്കുന്നുള്ളൂ. പ്രകൃതിയിൽ എവിടെയും ഭോക്തൃരൂപമെന്നും ഭോഗ്യവിശ്വമെന്നുമുള്ള തരംതിരിവു കാണാം. ഒരു വശത്ത് ഞാൻ ഞാൻ എന്ന് അഭിമാനിക്കുന്ന ഭോക്തൃരൂപം, മറുവശത്ത് ജീവസഞ്ചയങ്ങളുടെ ഭോഗ്യവിഷയമായി സമുല്ലസിക്കുന്ന ലോകം. ഞാനെന്നും ഇതെന്നും വ്യത്യാസമുള്ളിടത്ത് ഇത് എനിക്ക് ഗമ്യം, അതെനിക്ക് ഗമ്യമല്ല എന്നിങ്ങനെയുള്ള വ്യവഹാരം നടക്കുന്നു. ഒന്നിൽ നിന്നും പിന്നൊന്നിലേക്ക് ഏവരുടെയും അഹന്ത എപ്പോഴും ആകൃഷ്ടമായി കൊണ്ടിരിക്കുന്നു എന്ന സത്യം ആലോചിക്കുമ്പോൾ ലോകം മുഴുവനും ഒരാളുടെ അല്ലെങ്കിൽ വേറൊരാളുടെ ഭോഗത്തിന് വിഷയമാകുന്നു എന്നു പറയാം.